ജയന്റെ അഭിനയ ജീവിതത്തിൽ മറ്റൊരു പൊന്തൂവലാകുമായിരുന്ന സിനിമയായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ ആക്രമണം. ജയൻ ഒരു IPS ഓഫീസറായി അഭിനയിച്ച സിനിമയാണിത്. മന്ത്രിയുടെ മുന്നിൽ തൻ്റെ യൂണിഫോം അയച്ചു വെച്ചിട്ട്, ഈ യൂണിഫോമിനോട് എനിക്കിനി നീതി പുലർത്താൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാനിത് ഉപേക്ഷിക്കുന്നു. ഒരു സാധാരണ പൗരനായി നിങ്ങളെപ്പോലുള്ള മനുഷ്യപിശാചുക്കളോട് ഞാൻ എതിരിടാൻ പോവുകയാണ് എന്നും പറഞ്ഞിറങ്ങിപ്പോകുന്ന ധീരനായ ഒരു IPS ഓഫീസർ. 1979 അവസാനമായപ്പോഴേക്കും ജയൻ വളരെ തിരക്കുള്ള നടനായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരേ സമയം പല സിനിമകളിൽ ഓടി നടന്ന് അഭിനയിക്കുമായിരുന്നു അദ്ദേഹം. കോളിളക്കത്തിൻ്റെ ക്ലൈമാക്സിന് വേണ്ടി നവംബർ 16-ന് അദ്ദേഹത്തിന് മദ്രാസിലേക്ക് പോകേണ്ടി വന്നു. ആക്രമണത്തിൻ്റെ 7 ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമേ അപ്പോൾ പൂർത്തിയായിരുന്നുള്ളൂ. രണ്ടാമത്തെ ഷെഡ്യൂൾ നവംബർ 17 മുതൽ ഉമാ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു. പക്ഷെ അന്ന് വിമാനത്തിൽ തിരിച്ചു വന്ന ജയനല്ല, അദ്ദേഹത്തിൻ്റെ മൃതദേഹമായിരുന്നു. ജയൻ്റെ അപ്രതീക്ഷിതമായ വേർപാടിനെ തുടർന്ന് മറ്റു നിവൃത്തിയില്ലാതെ ശ്രീകുമാരൻ തമ്പി സാറിന് ആക്രമണത്തിൻ്റെ കഥയിൽ ഒരുപാട് മാറ്റം വരുത്തേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ജയൻ അഭിനയിക്കേണ്ടിയിരുന്ന പകുതി ഭാഗങ്ങൾ പോലും ചിത്രീകരിച്ച് കഴിഞ്ഞിരുന്നില്ല. ഇൻ്റർവെൽ സമയത്ത് ജയൻ്റെ കഥാപാത്രം വരയ്ക്കുന്നതായി കാണിക്കേണ്ടി വന്നു. ജയൻ അഭിനയിച്ച ഏതാനും സീനുകൾ പോലും ആലപ്പി അഷ്റഫ് ഡബ് ചെയ്ത് കുളമാക്കി കളഞ്ഞു. Oh